ബന്ധു നിയമന പരാതിയിൽ ഇ.പി. ജയരാജനെതിരെ ത്വരിത പരിശോധനയ്ക്ക് വിജിലൻസ് തീരുമാനം. ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചു. പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. നിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് വി.എം. സുധീരൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് പ്രത്യേക നിയമമുണ്ടാക്കാൻ മന്ത്രിസഭാ തീരുമാനം. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഗവർണർ. DGP-യെയും ആഭ്യന്തര സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തി. കണ്ണൂർ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പലയിടത്തും അക്രമം. മോഹനൻ വധക്കേസിൽ 2 RSS പ്രവർത്തകർ പിടിയിൽ. കാക്കനാട് ചിൽഡ്രൻസ് ഹോമിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ്. നടപടി കുട്ടികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇ.പി. ജയരാജനെതിരെ വിജിലൻസ് ത്വരിത പരിശോധന. ബന്ധു നിയമന വിവാദം വ്യവസായ മന്ത്രി ഇ.പി. ജയരാജന്റെ രാജിയിലേക്ക് നീങ്ങുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ രാജിയല്ലാതെ മറ്റു വഴികളില്ല എന്ന ചിന്തയിലാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും. ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ രാജിസന്നദ്ധത അറിയിച്ചു. നാളെ നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനുമായി AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പിലെ നിയമനങ്ങളിൽ സ്വജനപക്ഷപാതമെന്ന ആരോപണം കത്തിനിൽക്കെ ഇന്നലെ വൈകുന്നേരം AKG സെന്ററിൽ കോടിയേരി ബാലകൃഷ്ണനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇ.പി. ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചത്. പാർട്ടിയോടോ മുഖ്യമന്ത്രിയോടോ ആലോചിക്കാതെ സ്വന്തം നിലയ്ക്ക് നിയമനങ്ങൾ നടത്തിയതിനെ കൂടിക്കാഴ്ചയിൽ കോടിയേരി വിമർശിച്ചു. ഇതോടെ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് ജയരാജൻ രാജിക്ക് തയ്യാറാവുകയായിരുന്നു. ഇന്നത്തെ മന്ത്രിസഭയിൽ നിയമന വിവാദത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ പോലും ജയരാജനെ മുഖ്യമന്ത്രി അനുവദിച്ചില്ല. ഉച്ചയ്ക്ക് 3 മണിയോടെ AKG സെന്ററിലെത്തിയ മുഖ്യമന്ത്രി അരമണിക്കൂറോളം കോടിയേരിയുമായി കൂടിക്കാഴ്ച നടത്തി. 4 മാസം മാത്രം പ്രായമായ സർക്കാരിൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ടി വരികയെന്നത് സർക്കാരിനും പാർട്ടിക്കും വലിയ ക്ഷീണമുണ്ടാക്കും. വ്യവസായ വകുപ്പ് ജയരാജനിൽ നിന്ന് മാറ്റുകയും വിവാദ നിയമനങ്ങൾ റദ്ദാക്കുകയും ചെയ്തുകൊണ്ടുള്ള പരിഹാരമാർഗവും പാർട്ടി പരിഗണിച്ചെങ്കിലും രാജി ആവശ്യത്തിന് തന്നെയാണ് മേൽക്കൈ. മുഖ്യമന്ത്രി പിണറായിക്കും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. UDF സർക്കാരിന്റെ കാലത്ത് ആരോപണ വിധേയരായ മന്ത്രിമാരെ നിലനിർത്തിയുള്ള അന്വേഷണം പ്രഹസനമാണെന്ന് വാദിച്ച ഇടതുപക്ഷത്തിന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ജയരാജനെ നിലനിർത്തുക ധാർമ്മികമായ പ്രതിസന്ധി സൃഷ്ടിക്കും. പ്രതിപക്ഷത്തിന് അടിക്കാൻ വടി നൽകൽ കൂടിയാവും അത്. സംസ്ഥാന നേതൃത്വത്തിലെ ആരും തന്നെ ഇതുവരെ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇ.പി. ജയരാജൻ രൂക്ഷ വിമർശനം നേരിടും. രാജ്യപ്രഖ്യാപനത്തിന് ജയരാജൻ അതുവരെ കാത്തിരിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം. ഇ.പി. ജയരാജന്റെ രാജി എത്രയും വേഗം മുഖ്യമന്ത്രി അംഗീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ട സാഹചര്യത്തിൽ അധികാരത്തിൽ തുടരാൻ ജയരാജന് അവകാശമില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ബന്ധു നിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് KPC പ്രസിഡന്റ് വി.എം. സുധീരനും ആവശ്യപ്പെട്ടു. ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്ത കത്തിന് അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്താൻ വിജിലൻസിന്റെ തീരുമാനം വന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു നിമിഷം പോലും കളയാതെ ജയരാജൻ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. ഇനിയെങ്കിലും ഒരു നിമിഷം വ്യവസായ മന്ത്രി ജയരാജൻ രാജിവെക്കാൻ വൈകരുത്. സുപ്രധാനമായ തലങ്ങളിലേക്കുള്ള നിയമനങ്ങൾ ഒരു മന്ത്രി വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല. ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി CPM നേതാവും MP-യുമായ ശ്രീ CP നാരായണൻ ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് വക്താവ് ശ്രീ പന്തള സുധാകരൻ തിരുവനന്തപുരത്ത്, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ CR നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിൽ, നിയമവിദഗ്ധനായ ഡോക്ടർ രാജേന്ദ്രൻ നായർ കൊച്ചി സ്റ്റുഡിയോയിൽ എന്നിങ്ങനെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ. ആദ്യം ശ്രീ CP നാരായണനിലേക്ക്. ശ്രീ CP നാരായണൻ, ഇനിയും വൈകേണ്ടതുണ്ടോ ഇ.പി. ജയരാജനിൽ നിന്ന് രാജി വാങ്ങുന്നതിന്? നാളെ സെക്രട്ടേറിയറ്റിന് ശേഷം അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ പിശകുണ്ടാകുമോ? അല്ല, ഇത് പെട്ടെന്ന് അപ്പം ചുടുന്ന പോലെയാണല്ലോ നമ്മൾ കാര്യം ചെയ്യുക. ഇപ്പം നേരത്തെ നിങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡൻ്റെയൊക്കെ പ്രതികരണം പറഞ്ഞു. എത്ര വർഷക്കാലമാണ് അവർ അന്നത്തെ മുഖ്യമന്ത്രിയുടെയും പല മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ അദ്ദേഹം മറ്റേ രമേശ് ചെന്നിത്തല പറയുന്ന ഈ ക്വിക്ക് വെരിഫിക്കേഷനും വിജിലൻസ് റിപ്പോർട്ടും എല്ലാം വന്നിട്ടും അവരെ രാജിവെപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ഈ ബഹളം കൂട്ടുന്നത്. 6-ാം തീയതി ആണ് ഈ ആരോപണമൊക്കെ വരുന്നത്, കഴിഞ്ഞ 6-ാം തീയതി. ഇന്ന് 13-ആണ്, ഒരാഴ്ച.
ഇതിനിടയിൽ മറ്റേ പൂജവെപ്പിൻ്റെയൊക്കെ മുടക്കമൊക്കെ ഉണ്ടായിരുന്നു. ഓഫീസുകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. അപ്പോൾ ഈ ആരോപണം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടുക, അങ്ങനെ മന്ത്രിസഭ കൂടുക തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. ആ നടപടിക്രമങ്ങളിലൂടെ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. അതാണ് ഇന്ന് മന്ത്രിസഭ കഴിഞ്ഞപ്പോഴും അതിനു മുമ്പേ ആദ്യം തന്നെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇതിനെപ്പറ്റി പറയേണ്ടായല്ലോ. ജയരാജൻ്റെ നടപടിയെക്കുറിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ കൂടുതൽ പരിശോധിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. പെട്ടെന്ന് എടുപിടി എന്ന് പറയണതല്ല. അപ്പോൾ ഈ ഇടതുപക്ഷത്തിനും CPM-നും ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നയമുണ്ട്. ധാർമ്മികമായ ഒരു നിലവാരം പുലർത്തണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് ഉടനെ തീരുമാനമെടുക്കാൻ പോകുന്നത്. CP നാരായണൻ, വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന, വിജിലൻസിന്റെ ത്വരിത പരിശോധനയ്ക്ക് വിധേയനാകുന്നു അദ്ദേഹം എന്നത് മതിയായ കാരണമല്ലേ രാജിയിലേക്ക്? വിജിലൻസിൻ്റെ പ്രാഥമിക പരിശോധന എന്നുള്ള ഒരു തൽക്കാലത്തെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ കഴിഞ്ഞ UDF-ലെ പല മന്ത്രിമാരും രാജിവെക്കാതിരുന്നത്. ഞങ്ങൾ അതിൽ നിൽക്കുന്നില്ല. പക്ഷേ പാർട്ടി ചർച്ച ചെയ്യുക, LDF ചർച്ച ചെയ്യുക എന്നുള്ള ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം പൂർത്തിയാക്കിയിട്ട് ഇതിൽ തീരുമാനമെടുത്ത് അതനുസരിച്ച് ജയരാജൻ പ്രവർത്തിക്കും. ജയരാജൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടി നേതൃത്വം LDF നേതൃത്വം പറയുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്ന്. അത് ചെയ്യും. അപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് വെച്ച്, ഒരു സമീപനം വെച്ച്, അത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും അതിൻ്റെ നേതൃത്വങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാങ്കേതികത്വം പറഞ്ഞൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാരണം സാങ്കേതികത്വത്തെക്കാൾ പ്രധാനം ജനങ്ങളുടെ വിശ്വാസമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ പന്തളം സുധാകരൻ, നാളെ കൊണ്ട് തന്നെ രാജിയുണ്ടാകും, അല്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ അദ്ദേഹം രാജിവെക്കും എന്ന നിലക്കുള്ള സൂചനകളാണല്ലോ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാകും. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇനിയും വൈകിപ്പിക്കരുത് എന്ന നിലപാട് പുറത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾക്കുള്ള ധാർമ്മികമായിട്ടുള്ള ഔന്നത്യം എന്ന കാര്യത്തെ സാധൂകരിക്കുന്നതാകില്ലേ അത്? ഇവിടെ ഇത് സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായ പ്രകടനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് ശ്രീ VS സുധീരനും നടത്തി കഴിഞ്ഞിട്ട് മാധ്യമങ്ങളിലൂടെ വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ CP നാരായണൻ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇനി സാങ്കേതികമായ ചില നടപടികൾ, അത് പാർട്ടിയുടെയും മുന്നണിയുടെയും നടപടിക്രമങ്ങൾ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ ശ്രീ ജയരാജ വ്യവസായ വകുപ്പ് മന്ത്രി രാജിവെക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. മാത്രമല്ല, സ്വാഗതം ചെയ്താലും ഇല്ലെങ്കിലും അതല്ലാതെ ഒരു മാർഗമില്ല. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങളോട് പറഞ്ഞത് എല്ലാം ശരിയാക്കാം എന്നാണ്. പക്ഷേ ഇത്ര വേഗം ശരിയാക്കാം എന്ന് ശരിയാകും എന്ന് ഞങ്ങൾ പോലും കരുതിയില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ UDF-ൻ്റെ കാര്യം ചോദിച്ചു. ഒരു കാര്യം, UDF ചെയ്തതെല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അപ്പോൾ ആ തെറ്റുണ്ടാകാം, ശരിയും ഉണ്ടാകാം. പക്ഷേ അതിനൊരു മാറ്റം വരും എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണല്ലോ ഒരു പുതിയ ഗവൺമെൻറ് വന്നത്, LDF CPM ഗവൺമെൻറ് വന്നത്. അപ്പോൾ പിണറായി വിജയൻ അത്ര വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾക്കൊരു ഇമ്പ്രഷൻ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ അംഗത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നതിനേക്കാൾ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ് നടന്നിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനം, അതാണ് ഇവിടെ സാങ്കേതികമായി പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ബഹുമാനപ്പെട്ട ജയരാജിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന് ഈ രാജിയല്ലാതെ മറ്റൊരു മാർഗവും ഒരു പോംവഴിയും ആരും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടത് എപ്പോഴും വേണം എന്നുള്ളത് അത് തീരുമാനിക്കേണ്ടത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിച്ചു പോകുന്ന മര്യാദയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ, ഞങ്ങൾ മുമ്പ് ഭരിച്ചവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്ന അവകാശവാദത്തിന് കോട്ടം തട്ടിക്കുന്നതായിരിക്കുമോ, അതല്ല ആ അവകാശവാദത്തിന് കൂടുതൽ സാധൂകരണം നൽകുന്നതായിരിക്കുമോ അദ്ദേഹത്തിന് രാജി ഉണ്ടാവുകയാണെങ്കിൽ അത് രാജിവെക്കാതിരിക്കാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാർഗമുണ്ടാകുമോ? രാജിവെച്ചതുകൊണ്ട് ഈ പറയുന്ന ധാർമ്മികമായും നിയമപരമായുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമോ പാർട്ടിക്കും സർക്കാരിനും? ഒന്നാമത്തെ കാര്യം, രാജിവയ്ക്കും നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്
മുൻ സർക്കാരുമായിട്ടൊന്നുമില്ല ഒരു താരതമ്യമില്ല. കാരണം വെച്ചാൽ മുൻ സർക്കാർ നേരത്തെ CP പറഞ്ഞതുപോലെ എന്ത് വന്നാലും രാജിവെക്കില്ല എന്ന് തീരുമാനിച്ച ആളുകളാണ്. അവരെ പറ്റി നമ്മളിപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് അവരെ ജനം മാറ്റിയത്. എനിക്ക് യാതൊരു തർക്കമോ കാര്യത്തിലില്ല. ഈ സർക്കാരിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സർക്കാർ ധാർമ്മികമായി മെച്ചപ്പെട്ടതാണ് എന്ന് തെളിയിക്കാൻ രാജി മാത്രം മതിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ കാരണം ഏതാണ്ട് ചെക്ക്മേറ്റായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ജയരാജൻ നിൽക്കുന്നത്. ചെക്ക്മേറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു കേസാണ്. ഇതിൽ വലിയ അന്വേഷണമൊന്നും ഇല്ലാതെ തന്നെ ആർക്കും പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഉള്ളൂ. ഇനി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള അന്വേഷണം മാത്രമേ ഇതിൽ പ്രസക്തിയുള്ളൂ. കാരണം ജയരാജൻ ആ വകുപ്പ് ചെയ്തത് മഹാ തെറ്റാണ് എന്ന് വളരെ കൃത്യമായി വലിയ അന്വേഷണമില്ലാതെ ആർക്കും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചിരിക്കുന്നു. ഇട്ട മാനദണ്ഡങ്ങളല്ല അവർ വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല പാർട്ടി പോലും ആരെങ്കിലും ആ കാര്യത്തിൽ വാശി പിടിക്കുമെന്ന്. പിന്നെ അത് കമ്മിറ്റി തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ പറയുന്ന അത് വേറൊരു സാങ്കേതികത്വമാണ്, പാർട്ടി സാങ്കേതികത്വമാണ്. ഞാൻ അതിൽ കിടക്കുന്നില്ല, അതൊരു പാർട്ടിയുടെ ഇഷ്ടമാണ്. പക്ഷേ പ്രശ്നം നമ്മളെപ്പോഴും ഈ അഴിമതി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കുഴപ്പം, അഴിമതി ചെയ്ത എന്ന് പറയുന്ന ബന്ധപ്പെട്ടൊരു ഒരു മന്ത്രി രാജിവെച്ചാൽ എല്ലാവരും സ്വസ്ഥരായി. അഴിമതിക്കാർ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. എത്ര കൊല്ലമായി അഴിമതിക്കാരെ നമ്മൾ കാണുന്നു, രാജിവെക്കൽ ചിലപ്പോൾ നടക്കാറുണ്ട്. എന്നിട്ടും ഏത് അഴിമതിക്കാരെ ശിക്ഷിക്കപ്പെട്ടു? ഒരു ബാലകൃഷ്ണ പിള്ള ഒഴിച്ച്. എന്തുകൊണ്ട്? ഞാൻ വറീഡാവുന്നത് പലപ്പോഴും പ്രതിപക്ഷം പോലും ഈ ആൾ രാജിവെച്ച് പോയാൽ തീർന്നു, അവരുടെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ ഇതൊരു രാഷ്ട്രീയമായി ഇപ്പോൾ 4 മാസം കൊണ്ടൊരു മന്ത്രി രാജിവെച്ചു എന്ന് പ്രതിപക്ഷത്തിന് പറയാം, ഞങ്ങൾ ധാർമ്മികമായി ഇത് കിട്ടിയപ്പോൾ രാജിവെച്ചു എന്ന് ഭരണപക്ഷത്തിന് പറയാം. പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ അഴിമതി ശിക്ഷിക്കപ്പെടാത്തൊരു കുറ്റമാണ് എന്നർത്ഥത്തിൽ ഈ രാജിവെക്കൽ ഒരു ശിക്ഷയായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ല ശ്രീ സി ആർ നീലകണ്ഠൻ, അവിടെ ഒരു പ്രശ്നമില്ല. അതായത് ഈ പറയുന്ന തരത്തിൽ അഴിമതി എന്ന് പൂർണ്ണമായി വിളിക്കാവുന്ന തരത്തിലുള്ള സംഗതിയാണ് EP ജയരാജൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നും പറയാനാകുമോ? അതായത് പൂർണ്ണമായും ശിക്ഷയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടുന്ന, രാജിവെച്ചതുകൊണ്ട് ധാർമ്മികമായ മേൽക്കൈയൊന്നും നേടിയെടുക്കാനാകാത്ത വിധമുള്ള വലിയ അഴിമതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് തന്നെ വിലയിരുത്തുന്നതാണോ ഈ കാര്യത്തെ? തീർച്ചയായിട്ടും. ഇപ്പോൾ നിയമജ്ഞനായ രാജേന്ദ്ര സാർ ഇവിടെ നിൽക്കണ്ടല്ലോ. അഴിമതി നിരോധന നിയമത്തിൻ്റെ 13-ാം വകുപ്പും 15-ാം വകുപ്പും ചേർത്ത് വായിച്ചാൽ ഒരു സംശയവുമില്ല, അഴിമതി നടക്കണം എന്നില്ല. ഇൻറ്റൻഷൻ വരെ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ്. ഇത് അദ്ദേഹത്തിന് ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് രേഖാമൂലം നമുക്കറിവുണ്ട്. ഇന്നാളെ നിയമിക്കാൻ തീരുമാനിച്ച ഉത്തരവുണ്ട്. അതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നുണ്ട് കൃത്യമായി. ഇത് പറഞ്ഞൊരു കാര്യമല്ലല്ലോ, കേട്ടൊരു കാര്യമല്ലോ, രേഖാമൂലം തന്നെയുണ്ട്. പക്ഷെ എൻ്റെ ഭയം അത്തരത്തിലൊന്നും അന്വേഷണം പോകാൻ സാധ്യതയില്ല. ജയരാജൻ രാജിവെച്ചാൽ പ്രതിപക്ഷത്തിന് പോലും ഇതിൽ താല്പര്യം ഉണ്ടാവില്ല. അവിടെയാണ് നമ്മുടെ അഴിമതി നിരോധന സംവിധാനത്തിൻ്റെ തകരാറ്. അവിടെയാണ് ജയരാജൻ രാജിവെച്ചാൽ അത് പൊളിറ്റിക്കൽ ധാർമ്മികതയും അതിൻ്റെ തർക്കത്തിലേക്ക് പോകും. ഞാൻ അതിനപ്പുറത്ത് ഈ സമൂഹത്തിൽ അഴിമതി ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയാൻ ഇവിടെ ഒരു സംശയമില്ല സനീഷേ. ഇതിൽ കുറ്റമുണ്ട്, ഇത് തെറ്റുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല, ആർക്കും ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ടാണല്ലോ CPMൻ്റെ നേതാക്കൾ പോലും ജയരാജനെ ഡിഫെൻഡ് ചെയ്യാൻ വരാത്തത്. ഏതാണ്ട് ക്ലിയറായൊരു കേസായതുകൊണ്ടാണ്. സംശയത്തിൻ്റെ ഒരു കേസൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ വാദിച്ചേക്കാം, ഏത് പാർട്ടിയും ചെയ്യും. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ സംശയത്തിൻ്റെ ആനുകൂല്യം ജയരാജൻ ഇല്ല. കാരണം ഇൻറ്റൻഷൻ വളരെ ക്ലിയറാണ്, അത് റിട്ടേണാണ്, അത് അഴിമതിയാണെന്ന് ബോധ്യം വന്നിട്ടുണ്ട്, അത് പിൻവലിച്ചിട്ടുണ്ട്, ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ CP പോലും ജയരാജൻ കുറ്റം ചെയ്തിട്ടേല ഇന്നുള്ള രേഖ വെച്ച് എന്ന് പറയാനൊന്നും പറ്റില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ അന്വേഷണം മുമ്പോട്ട് പോകുമോ, ജയരാജൻ എന്ന വ്യക്തി അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അല്ലെങ്കിൽ അതിന് വേറെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാരായി ശിക്ഷിക്കപ്പെടുമോ? ഇല്ല എങ്കിൽ രാജി മാത്രമാണ് ശിക്ഷയെങ്കിൽ അത് ശിക്ഷയേ അല്ല. കാരണം ഒരാൾ മന്ത്രിയാവാതിരിക്കുന്ന ഇത്ര വലിയൊരു കുഴപ്പമുള്ള കാര്യമാണോ? അല്ലല്ലോ. പ്രശ്നം ഇത് ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അത് കാണുന്നത് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ ധാർമ്മികത പൂർണ്ണമായി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജേക്കബ് തോമസ് കേസെടുക്കുന്നു, കേസ് വരട്ടെ, ക്വിക്ക് വെരിഫിക്കേഷൻ വരട്ടെ, അതിൻ്റെ അന്വേഷണം വരട്ടെ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. രാജേന്ദ്രൻ നായർ, വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം, ത്വരിത പരിശോധന നടക്കുന്നു. അത് തന്നെയും ആ നിമിഷം തന്നെ ആ മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ളതിലേക്ക് പ്രേരിപ്പിക്കുന്നില്ലേ? ഈ പറയുന്ന പോലെ നാളെ പാർട്ടി യോഗം ചേരുക എന്നതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ തന്നെയും EP ജയരാജൻ എന്ന മന്ത്രി അഴിമതി നടത്തി എന്നത് തെളിയിക്കാനുള്ള കാര്യമായിട്ടില്ലേ? നിയമപരമായി ഏത് നിലക്കാണ് ഇനി മുന്നോട്ട് പോവുക? ഒരു മന്ത്രി അഴിമതി കാണിച്ചു എന്ന ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ, സ്വജനപക്ഷപാതം കാട്ടി എന്നൊരു ആരോപണം ഉണ്ടാകുമ്പോൾ, അത് പ്രത്യേകിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പ്രതിപക്ഷ നേതാവ്
അതേ സംബന്ധിച്ച് എഴുതി കൊടുത്തു കഴിയുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ട നിയമപരമായ ബാധ്യത വിജിലൻസ് ഡയറക്ടർക്കുണ്ട്. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ സ്ഥിതി അനുസരിച്ച്, സുപ്രീം കോടതി വിധി അനുസരിച്ച് പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ സാധിക്കില്ല. അത് നിയമവിരുദ്ധമാകും. ക്വിക്ക് വെരിഫിക്കേഷൻ, അതായത് ഒരു പ്രിലിമിനറി എൻക്വയറി വേണം ഇങ്ങനെയുള്ള കേസിൽ എന്ന് സർവ്വഥാ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നേരിട്ട് കോടതി പോയാൽ പോലും മുൻകൂർ ഇതിൻ്റെ ഒരു അനുമതിയും കൂടെ വേണമെന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ, എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് 8-ാം തീയതിയാണ് വിജിലൻസ് ഡയറക്ടർക്ക് പ്രതിപക്ഷ നേതാവ് പരാതി കൊടുത്തത്. ഇന്ന് 13-ാം തീയതിയാണ് അല്ലേ, 13-ാം തീയതിയാണ്. ഇന്ന് വിജിലൻസ് ഡയറക്ടർ ക്വിക്ക് വെരിഫിക്കേഷന് ടീമിനെ വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. നാളെ അതിൻ്റെ ഉത്തരവ് ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ വിജിലൻസ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒന്നും കുറ്റം പറയാണ്ട, നിയമപരമായ നടപടി നീക്കിയിരിക്കുന്നു. വിജിലൻസ് കൂട്ടിലിട്ട തത്തയാണെന്നൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ശരിയല്ല. പിന്നെ ഇത് അന്വേഷിക്കേണ്ട കുറ്റകൃത്യമാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വെളിവാണ്, സംശയമില്ല. കാരണം ഇതിനകത്ത് സ്വജനപക്ഷപാതം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അത് ഏകദേശം വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യമാണ്. കാരണം സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് നേരത്തെ പന്തളം സുധാകരൻ പറഞ്ഞ പോലെ ഇതൊരു സത്യപ്രതിജ്ഞ ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യം തന്നെയാണ്. വിദ്വേഷമോ പകയോ വിദ്വേഷമോ പക്ഷപാതമോ ഒന്നും കൂടാതെ നിയമാനുസൃതം കാര്യങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്നത്. പക്ഷേ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുള്ള പലരും അതിനൊന്നും ധാർമ്മികത പോലും കൽപ്പിച്ചില്ല, മനസാക്ഷിയാണെന്ന് പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. മുമ്പ് ആരെങ്കിലും ധാർമ്മികത കാട്ടിയില്ല, മുമ്പ് ആരെങ്കിലും നിയമം പാലിച്ചില്ല എന്നുള്ളത് ഇപ്പോൾ ഉള്ളവർ നിയമം പാലിക്കാതിരിക്കുന്നതിന് ന്യായീകരണമാകില്ല. ഇവിടെ മന്ത്രി ജയരാജൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിനെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ, നിലവിലുള്ള മാനദണ്ഡം പോലും പാലിക്കാതെ ഒരു വലിയ ഉദ്യോഗത്തിലേക്ക് നിയമിച്ചു. ഈ പബ്ലിക് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അത് അധികാരികളുടെ ഇഷ്ടപ്പടി സ്വന്തക്കാർക്ക് വിതരണം ചെയ്യാനുള്ളതല്ല. അത് വളരെ ജലസായിട്ട് ഗാർഡ് ചെയ്ത് പൊതു താല്പര്യം നിലനിർത്തിക്കൊണ്ട് ഭരണം നടത്തേണ്ട ചുമതല മന്ത്രിമാർക്കുണ്ട്. അത് നന്നായിട്ട് അറിയാവുന്ന കക്ഷിയാണ് CPM-ഉം LDF-ഉം UDF-ഉം ഒക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും തരം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ പാലിക്കാതിരുന്ന് ഒരുപാട് അമിതമായ ലാഭം സ്വന്തക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ തെറ്റാണ്. അത്തരം തെറ്റുകൾ മുൻ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ ധാരാളം കാണിച്ചത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ LDF-ന് മാസീവായിട്ട് ഭൂരിപക്ഷം കൊടുത്ത്, അഴിമതിക്ക് എതിരായിട്ട് വോട്ട് കൊടുത്ത്, അഴിമതി മുക്ത കേരളം സ്ഥാപിക്കുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് വളരെ സുതാര്യമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മേധാവികളുടെ നിയമനം മാത്രമല്ല, ഈവൻ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സ്പീക്കറുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ, ആ പേഴ്സണൽ സ്റ്റാഫിൽ പോലുമുള്ള നിയമനങ്ങൾ എല്ലാ പൗരജനങ്ങൾക്കും ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ച് അവസര സമത്വം കൊടുത്ത് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ പൗരനും ഇവിടെ തുല്യമായിട്ട് നീതി ലഭിക്കണ്ടേ? ഒരു പാർട്ടിയോടുള്ള ബന്ധം, പാർട്ടിയോടുള്ള പ്രതിബദ്ധത കണക്കാക്കാം. അത് സർക്കാർ ഉദ്യോഗത്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ തന്നെയും പാർട്ടി ബന്ധുക്കളും നമ്മളോട് സ്നേഹമുള്ളവരുണ്ടാവുമല്ലോ, അവരെ എടുത്താൽ മതിയാകും. അത്തരം പ്രശ്നങ്ങൾ ഞാൻ തിരിച്ചു വരാൻ രാജേന്ദ്രൻ നായർ താങ്കളിലേക്ക്. ശ്രീ പന്തളം സുധാകരൻ, VM സുധീരൻ ഒരു പടി കൂടെ കടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ കുറിച്ചു തന്നെയും ആ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടെ അന്വേഷണം പോകണം എന്ന നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉടനടി തന്നെ നടപടി സ്വീകരിക്കുകയും ഒരു മന്ത്രിയെ 4 മാസം കഴിയുന്നതിന് മുമ്പ് പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കൂടെ ചോദ്യങ്ങൾക്ക് വിധേയനാകണം, അന്വേഷണങ്ങൾക്ക് വിധേയനാകണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ന്യായം എന്താണ്? അതാണല്ലോ ന്യായം. കാരണം സെക്രട്ടേറിയറ്റ് നമ്മുടെ ഭരണക്രമത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു പൊതുമേഖലാ ബഹുമാനപ്പെട്ട ശ്രീ രാജേന്ദ്രൻ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ നിയമനം തീർച്ചയായും ഒന്നുകിൽ ക്യാബിനറ്റിൻ്റെ തീരുമാനമായിരിക്കും, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവായിരിക്കും.
അവസാനമായിട്ട് വരുന്നത്. അപ്പോൾ വകുപ്പ് മന്ത്രിമാർക്ക് വ്യക്തികളെ തീരുമാനിക്കാൻ, അതായത് അതിൻ്റെ നിയമാനുസൃതമായ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടറായും ഇപ്പം ഒരു ചെയർമാനാണെങ്കിൽ രാഷ്ട്രീയ നിയമനമാണ് പല കമ്പനികളിലും. ഒരു ചെയർമാനായിട്ടാണ് ഈ പറയുന്ന വ്യക്തിയെ ശ്രീ ജയരാജൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ആർക്കും പരാതിപ്പെടാൻ കഴിയില്ലായിരുന്നു. അത് രാഷ്ട്രീയ തീരുമാനമാണ്. അതേസമയം ഒരു മാനേജിംഗ് ഡയറക്ടർ, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഒരാളെ തീരുമാനിക്കുമ്പോൾ അത് നിയതമായ ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകണം, യോഗ്യതയുണ്ടാകണം, അയാളുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് അന്വേഷിക്കണം, വിജിലൻസ് അന്വേഷിക്കണം, അങ്ങനെയൊക്കെ ചില ചട്ടങ്ങളുണ്ട്. അതൊന്നും നോക്കാതെ തന്നെയാണ് ഇവിടെ തീരുമാനിച്ചത്. പക്ഷേ ഒരു കാര്യം ശ്രീ വി എം സുധീരൻ പറഞ്ഞ 100% സത്യമാണ്. അതായത് വകുപ്പ് മന്ത്രി തീരുമാനിച്ചാലും അതിൻ്റെ അവസാന ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഫയൽ അല്ലെ ആ വ്യക്തിയുടെ പേര് കണ്ട് സാങ്ഷൻ ചെയ്തിരിക്കണം. മുഖ്യമന്ത്രിയുടെ അനുമതിയോട് കൂടിയേ അത് ഇറക്കാൻ പറ്റൂ. അല്ലാതെ ഇവിടെ ഇപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ കണ്ടില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ശ്രീ ജയരാജനിലേക്ക് മാത്രമല്ല ഭരണത്തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായവും ഇടപെടലും അന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതെന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അല്ലാതെ മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നതിന് വേണ്ടി തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുരുതി കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം. കൂട്ടുത്തരവാദിത്തമാണ്. ഏത് വകുപ്പ് മന്ത്രിയായാലും ആ വകുപ്പ് മന്ത്രിയുടെ തീരുമാനത്തിന് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വേണ്ടി മുഖ്യമന്ത്രി തന്നെയാണ്. ഉത്തരവിറക്കുന്നത് ബൈ ദി ഓർഡർ ഓഫ് ദി ഗവർണർ എന്ന് പറഞ്ഞാണല്ലോ. അതിൻ്റെ അർത്ഥം ഗവർണർ കൂടി ഇതിന് റെസ്പോൺസിബിൾ ആണെന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ എല്ലാ കടമ്പകളും ഉള്ളപ്പോൾ യാതൊരു യോഗ്യതയും നോക്കാതെ, പിന്നെ മറ്റൊന്ന്, മന്ത്രിയുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഒരാളെ നിയമിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം അതിന് യോഗ്യതകളുണ്ട്, പ്രിസ്ക്രൈബ്ഡ് യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മിടുക്കന്മാരായ ഉദ്യോഗാർത്ഥികളെയും ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റിംഗ് ഇവിടെ നടന്നതുകൊണ്ടാണല്ലോ ഈ ഈ പ്രശ്നങ്ങളിലേക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ അഴിമതി നടന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അന്വേഷണത്തിന് മുമ്പ് തന്നെ. അതാണ് സാഹചര്യമെങ്കിൽ ശ്രീ സി പി നാരായണൻ, അതാണ് സാഹചര്യമെങ്കിൽ, അതായത് തെറ്റാണ്, തെറ്റുപറ്റിപ്പോയി എന്ന് ഇ പി ജയരാജൻ തന്നെയും പാർട്ടിക്ക് മുമ്പാകെ പറഞ്ഞു എന്നതാണ് വരുന്ന വാർത്തകൾ. ഇത് തെറ്റല്ല എന്ന അഭിപ്രായം പരസ്യമായി പറയാൻ എന്തായാലും ഒരു പാർട്ടി നേതാവും ആരും രംഗത്തെത്തിയിട്ടുമില്ല. തെറ്റാണ് ഇത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയാണ് ഇ പി ജയരാജൻ്റെ മാത്രം തെറ്റാവുക? ധാർമ്മികമായെങ്കിലുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക്, ധാർമ്മികമായി മാത്രമല്ല വി എം സുധീരനും ഇപ്പോൾ ശ്രീ പന്തളം സുധാകരനും അടക്കമുള്ള ആളുകൾ പറയുന്നത്, എങ്കിലും ധാർമ്മികമായെങ്കിലുമുള്ള ഉത്തരവാദിത്തം പിണറായി വിജയനും പാർട്ടിക്ക് തന്നെയുമില്ലേ? ഞങ്ങൾ ഇവരെക്കാളും മെച്ചപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് 4 മാസം കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ വലിയ അഴിമതി നടത്തിയതിന് നാട്ടുകാർക്ക് മുന്നിൽ തെളിവുകളോടെ പിടിക്കപ്പെടുക, അതോടുകൂടി പിൻവലിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും അന്വേഷണ പരിധിയിലേക്കൊക്കെ വരിക. ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീഴ്ചയല്ലാതായി മാറുക? ഇതെങ്ങനെയാണ് പാർട്ടിയുടെ, അതായത് ഈ സർക്കാർ മറ്റേ മുൻ സർക്കാരിനെ പോലെയല്ല, പാർട്ടിയുടേതടക്കമുള്ള ജാഗ്രതയോടെയുള്ള കണ്ണുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേലുണ്ടാകുമെന്നൊക്കെ നാട്ടുകാരോട് പറഞ്ഞ് അധികാരത്തിലെത്തിയ പാർട്ടിക്ക് എമ്മട്ടിലാണ് ഇതിൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനാവുക? ഈ വൈകുന്നേരം ചാനൽ ചർച്ചയിലല്ലോ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് പ്രീസീഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ, മുമ്പ് ഇവിടെ സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ ഉള്ള വിവിധ പാർട്ടികൾ മുന്നണികളായിട്ടാണല്ലോ ഭരിക്കുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് അതിന് ഒരു പ്രീസീഡൻസ് ഉണ്ട്. മുമ്പ് കീഴ്വഴക്കമുണ്ടെന്ന് പറയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് പാർട്ടി അത് ചർച്ച ചെയ്തിട്ട്, ഞാനിപ്പോൾ അതിലെന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല, അതെന്ത് ചെയ്യാൻ പോകുന്ന കാര്യമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ രാജിവെക്കുന്നു, ജയരാജൻ രാജിവെക്കുന്നു, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്തായാലും ആ കാര്യം ഇല്ല, ആ കാര്യം എന്തായാലും അത് തീരുമാനിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഘടകം അത് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ LDFും ചർച്ച ചെയ്യും. പിന്നെ എനിക്ക് പന്തളം സുധാകരൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞ് ഗവർണറും ബൈ ഓർഡർ ഓഫ് ഗവർണറാണ് എന്നുള്ളത് കൊണ്ട് ഗവർണറിന് രാജിവെക്കണം എന്നുവരെ അദ്ദേഹം എത്തിയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണോ നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ? വളരെ വ്യക്തമായ ഈ മറ്റേ അധികാര വിഭജനം മറ്റേ മന്ത്രിസഭയുടെ ഉള്ളിൽ തന്നെയുണ്ട്.
ഒരു വകുപ്പിൻ്റെ തലവനെ നിശ്ചയിക്കണമെങ്കിൽ ക്യാബിനറ്റ് വേണം, മന്ത്രിസഭ ചേരണം. ഇത് ഒരു വകുപ്പിൻ്റെ തലവനല്ല, ഒരു വകുപ്പിൻ്റെ കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിലെ മാനേജിങ് ഡയറക്ടർ മാത്രമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് സെക്രട്ടറിയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ കാണാം. ഞാൻ അതിൻ്റെ സാങ്കേതികത്തിലേക്ക് പോവുകയല്ല. പിന്നെ ഈ ജയരാജൻ രാജിവെക്കാൻ തയ്യാറാകുന്നു എന്ന് ഒരു സൂചന വന്നപ്പോൾ അത് പോരാ, മുഖ്യമന്ത്രിയെ വേണം. ഇപ്പോൾ BJP ഗവൺമെൻറ് പറയുന്നിട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം. കോൺഗ്രസിനും UDFനും വേറെ തരത്തിൽ അധികാരത്തിൽ ഉടനെ വരാൻ കഴിയാത്തതുകൊണ്ട് ഈ ഒറ്റ കാര്യത്തിന്മേൽ ഗവൺമെൻറ് രാജിവെച്ച് പോകണം എന്ന ഒരു മോഹം കൊണ്ടാണോ സുധീരനും പന്തളം സുധാകരനൊക്കെ ഇത് പറയുന്നതെങ്കിൽ എനിക്ക് അവരോട് വലിയ പക്ഷേ ഇതുപക്ഷേ ശ്രീ CP നാരായണൻ പ്രതിപക്ഷമുണ്ടാക്കിയ സംഗതി അല്ലല്ലോ. അതായത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനായ MLA ഭാഗത്തു നിന്ന വീഴ്ചയല്ല ഇത്. ഈ പാർട്ടിക്കകത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയ പാരമ്പര്യമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ അനധികൃതമായിട്ടുള്ള അഴിമതി അടക്കമുള്ള സംഗതികളെ നാട്ടുകാർക്ക് മുന്നിൽ പ്രസംഗിച്ച് അതിൻ്റെ ആവേശത്തും വോട്ടാക്കി മാറ്റി അധികാരത്തെത്തിയ ആളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്ന വീഴ്ച. ആ വീഴ്ചക്ക് പാർട്ടി ഉത്തരവാദിത്തപ്പെടുന്നില്ല എന്നൊക്കെ നിലപാടെടുക്കുന്നത് തെറ്റാവുകയില്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ടെലിവിഷൻ ചർച്ചകളിൽ സമ്മതിക്കണം എന്നല്ല, മറിച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് സമ്മതിക്കേണ്ട കാര്യം തന്നെയല്ലേ? അക്കാര്യത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് മാറി നിൽക്കാനാകുമോ? അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളിപ്പോൾ ഓരോരുത്തരും ഇരുന്ന് ചർച്ച ചെയ്യലല്ലോ. ഏത് സംഘടനയും ഏത് സ്ഥാപനമാണെങ്കിലും അതിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇരുന്നിട്ടാണ് അതിനെപ്പറ്റി തീരുമാനമെടുക്കുക. ഉത്തരവാദിത്തത്തോടു കൂടിയാണ്, വളരെ ലാഘവ ബുദ്ധിയോടുകൂടി മന്ത്രിസ്ഥാനത്ത് കയറിയിരിക്കുകയും അതേ ലാഘവ ബുദ്ധിയോടുകൂടി അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ചില പാർട്ടികളുണ്ട്. ആ തരത്തിലല്ലാതെ ഉത്തരവാദിത്തത്തോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ഗവൺമെന്റിനോട് ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന് അതിൽ അങ്ങനെ വന്ന് ഒരു മന്ത്രിയുടെ ഭാഗത്ത് വീഴ്ച വന്നപ്പോൾ ആ വീഴ്ച എന്താണെന്ന് പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ചർച്ച ചെയ്യും. ഇന്ന് മന്ത്രിസഭ ചില കാര്യം ചർച്ച ചെയ്ത് കാണും, നാളെ പാർട്ടിയുടെ നേതൃത്വം വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളിത് ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമോ, അതത് പാർട്ടിയുടെയോ മന്ത്രിസഭയുടെയോ ഉത്തരവാദപ്പെട്ട സമിതി കൂടി ചർച്ച ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. അതിന് ഇപ്പം നേരത്തെ രാജേന്ദ്രനാഥ് പറഞ്ഞ രീതിയിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച് വിജിലൻസിന് കത്ത് കൊടുത്തിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 5 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, അത് ഈ പാർട്ടിയുടെ ഈ സർക്കാരിൻ്റെ വ്യത്യസ്തതയെ കുറിക്കുന്ന സംഗതി തന്നെയാണ് എന്ത് പറഞ്ഞാലും. അതായത് കേന്ദ്ര കമ്മിറ്റിയിലെ അംഗമാണ്, പ്രധാനപ്പെട്ട നേതാവാണ്, വന്നിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു വീഴ്ച കണ്ടപ്പോൾ ഉടൻ തന്നെ നടപടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക എന്ന നല്ല നിലപാട് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നോക്കൂ, നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആക്ഷേപങ്ങളെ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തസ്തികകളിലെ നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കി. ദേശീയ തലത്തിലടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. ഇക്കാര്യങ്ങൾ മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിലപാട് കർക്കശമാക്കുക, ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടായിട്ടുണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. സ്വാഭാവികമായും രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവിടം കൊണ്ട് ഈ കാര്യത്തിൽ തിരുത്തലുകൾ വരുത്തുന്നുണ്ടോ എന്ന നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെ അവിടം കൊണ്ട് അവരെ ക്രൂശിക്കുന്നത് നിർത്തേണ്ടതല്ലേ? അല്ല, ഒരാളെ ഇവിടെ ക്രൂശിക്കണമെന്ന അഭിപ്രായം നമുക്കില്ല. ഒരാളും ക്രൂശിക്കപ്പെടേണ്ടതുമല്ല, അനാവശ്യമായി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഇവിടെ നേരത്തെ സനീഷ് ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ പാർട്ടിയിൽ ഏറ്റവും കാലം പഴക്കമുള്ള നേതാക്കളിൽ ഒരാൾ, സെക്കൻഡ് ടു ചീഫ് മിനിസ്റ്റർ ആയ ആളാണ് ജയരാജൻ. ഇതിനു മുമ്പും ജയരാജനെ പറ്റി നിരവധി ആരോപണങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ മുതൽ ഇങ്ങോട്ട് നിരവധി കാര്യങ്ങൾ. അപ്പോൾ ജയരാജൻ അത്ര ക്ലീൻ അല്ല എന്ന് പാർട്ടിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ടും ജയരാജനെ പാർട്ടി വിശ്വസിച്ചു, ജയരാജൻ അത് അനുസരിച്ചില്ല എന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീമതി ടീച്ചറുടെ
ഭരണകാലത്തുണ്ടായ ഒരു പ്രശ്നം സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് വന്നു, ഒരു ബന്ധു നിയമനം സംബന്ധിച്ച്. അത് അന്ന് അറിഞ്ഞു, ഞാൻ അതിൻ്റെ തർക്കത്തിലേക്കല്ല. പക്ഷേ അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടും അതിനേക്കാൾ ഗുരുതരമായൊരു മിസ്റ്റേക്ക് അതിനേക്കാൾ സീനിയറായ ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. അത് മുൻപ് ആരോപണമുള്ള നേതാവാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു വലിയ വീഴ്ച പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരു വശം, അത് പാർട്ടി പരിശോധിക്കട്ടെ. കാരണം പാർട്ടിയുടെ പ്രശ്നം മാത്രമല്ല, അത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സുതാര്യമായ നിയമനം സുതാര്യമാക്കണം എന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല. ആ തീരുമാനം വളരെ ശ്ലാഘനീയമാണ്. പക്ഷേ അത് നടപ്പാക്കണം. ഇപ്പോൾ ഇതിനും റിയാബിൻ്റെ കാര്യത്തിൽ കൃത്യമായ സിസ്റ്റം ഉണ്ടായല്ലോ. റിയാബിൻ്റെ ചെയർമാൻ ഈ എല്ലാത്തിനും കൃത്യമായ സിസ്റ്റം ഉണ്ടാക്കി. ഇതിനെത്ര വേണം, എത്ര വേണ്ട, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എത്ര ഏജ് വേണം ഒക്കെ ഉണ്ടാക്കിയല്ലോ. അതൊക്കെ ഇരിക്കുമ്പോഴല്ലേ വേറൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ KSIയിൽ ഇങ്ങനൊരു നിയമനം നടന്നത്. ഞാൻ പറഞ്ഞത് അവിടെയാണ് കൃത്യമായ നിയമമുണ്ടാക്കി അത് നടപ്പാക്കിയില്ലെങ്കിൽ ഏത് നിയമം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. പാർട്ടിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് ജയരാജൻ എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ജയരാജന് പറ്റിയത്. ഒരുപക്ഷെ മറ്റൊരു മന്ത്രിമാർക്ക് അത് കഴിഞ്ഞോളുന്നില്ല. അവിടെയാണ് പ്രശ്നമുള്ളത്. അവിടെയാണ് നിയമങ്ങളും ചട്ടങ്ങളും മറികടക്കാൻ പാർട്ടിയിലെ സ്വാധീനം ഇനിയുമാകുമോ ഇല്ലയോ എന്ന് സാധാരണ മനുഷ്യർ ആലോചിക്കുന്നത്. അതില്ലാതാക്കും എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ, തീർച്ചയായിട്ടും പാർട്ടിയാണ് ഭരിക്കുന്നത്, പാർട്ടിയുടെ നയങ്ങളാണ് കൊണ്ടുവരുന്നത്. പക്ഷേ പ്രഖ്യാപിത നയങ്ങൾക്ക് നേരെ വിപരീതമായി പാർട്ടിയിൽ ഒരാൾ ചെയ്യുമ്പോൾ അവിടെയാണ് ഈ പറഞ്ഞത് പാർട്ടിയുടെ ഒരു പാരമ്പര്യം, പാർട്ടിയുടെ ഒരു വിശുദ്ധി, ഇത്ര കാലം പ്രവർത്തിച്ചാൽ എന്നൊക്കെയുള്ള ഒരാളെക്കുറിച്ചാകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഉണ്ടാകണം. ഇല്ലെങ്കിൽ കൂടുതൽ അപകടകരമാണ്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, സുതാര്യമാക്കേണ്ടതാണ്. ലോകം മുഴുവൻ അഴിമതിക്കെതിരായി ശക്തമായി നിലപാടെടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അത് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ധാർമ്മികതയുടെ പ്രശ്നത്തിനപ്പുറത്ത് സമൂഹത്തിലാകെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമുണ്ട്, അഴിമതിക്കെതിരായൊരു വികാരമുണ്ട്. അതും ഇപ്പോൾ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ വളരെ വിജിലൻ്റാണ്. അതുകൊണ്ട് കൂടിയാണ്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അനുഭവങ്ങൾ വെച്ചുകൊണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇനിയും ഇതുപോലെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഉള്ളത് നടപ്പാക്കട്ടെ. ഞാൻ തിരിച്ചു വരാം ശ്രീ CR നീലകണ്ഠൻ. ഒപ്പം മറ്റതിഥികളിലേക്കും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ CP നാരായണൻ, ഇതിന് മറ്റൊരു വശവുമുണ്ടല്ലോ. അതായത് ഈ പറയുന്ന നിയമനങ്ങളിലെ കാർക്കശ്യം, ഇതുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കൊണ്ട് ഉണ്ടാക്കപ്പെട്ട മറ്റ് വിവാദങ്ങൾ, പിണറായി വിജയൻ്റേത് അല്ലെങ്കിൽ EK നായനാരുമായി ബന്ധുത്വമുള്ളയാളുടെ നിയമനം സംബന്ധിച്ച് പോലും പ്രതിപക്ഷത്തിനും മറ്റുള്ളവർക്കും പരാതിയുണ്ട്, അല്ലെങ്കിൽ ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതായി വരികയില്ലേ? EP ജയരാജനെ എതിരെ നടപടിയെടുത്ത് മാറ്റി നിർത്തുന്നതിലൂടെ മാത്രം ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനാകുമോ? ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ് തലത്തിലും പാർട്ടി തലത്തിലും LDF തലത്തിലും, കാരണം ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് വളരെ ഗൗരവത്തിലാണ് ഈ പ്രശ്നം എടുത്തിട്ടത്. കാരണം അഴിമതി ഈ രാജ്യത്ത് അതിൻ്റെ ഭാഗമായി കേരളത്തിലും എത്രയോ കാലമായി നിലനിൽക്കുന്നു, അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കുറേ ക്ഷേമപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കണം, പലതരത്തിലുള്ളത്. അതൊരു അജണ്ട വെച്ച് ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ച് അതിൻ്റെ പേരിൽ വോട്ട് നേടിയ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ക്ഷതം വന്നപ്പോൾ, ജനങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ഇടർച്ച വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് കേവലം 1-2 പേരെ നിയമിച്ചു എന്നുള്ള മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നീലകണ്ഠൻ പറഞ്ഞ ഇന്ന് ക്യാബിനറ്റിൽ ഇത്തരം ആളുകളെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉള്ള ആളുകളെ നിയമിക്കുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളടക്കം ആ കാര്യത്തിലൊക്കെ ചിട്ടയും സുതാര്യതയും ഏറ്റവും യോഗ്യരായ ആൾക്കാരെയാണ് നിയമിക്കുന്നത് എന്നുള്ള ഉറപ്പുവരുത്താനും, അതെന്തിനാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഏറ്റവും ഭംഗിയായി അവർക്ക് വിശ്വാസം വരുന്ന തരത്തിൽ നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേവലം ആളുകളെ പറ്റിയുള്ള പരാതി വിമർശനവും വെച്ച് ചെയ്യാനല്ല. ഇത് ആരൊക്കെ ഇതിൽ വിഴുപ്പ് ചുമക്കണമോ അവർ വിഴുപ്പ് ചുമന്നേ വെക്കൂ. ആ തരത്തിലുള്ള പരിശോധന ഈ കാര്യത്തിൽ പാർട്ടിയും ഗവൺമെൻറ്റും നടത്തിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ അത് ഏതെല്ലാം തരത്തിലാണെന്ന് ഞാൻ മുൻകൂട്ടി പറയാൻ തയ്യാറല്ല. അത് കാരണം
ഒരു കൂട്ടായ ചർച്ചയിലൂടെയാണ് വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ജനങ്ങളോട് പാർട്ടിക്കും മുന്നണിക്കും ഉള്ള പ്രതിബദ്ധത അത് ഈ ഗവൺമെൻറ്റും പാർട്ടിയും മുന്നണിയും കൃത്യമായി നടപ്പാക്കിയിരിക്കും. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് ഇതിലെ ജനങ്ങൾക്കൊക്കെ വ്യക്തമായി കാണാം. എന്തെങ്കിലും പറഞ്ഞ് ഈ എടാകൂടത്ത് നിന്ന് ജയരാജനെ രക്ഷിക്കാനല്ല ആദ്യം മുതലേ പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഘടകകക്ഷികളായാലും ശ്രമിച്ചിട്ടുള്ളത്. ഇതിലൊരു ഗൗരവമായ ഒരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരം കാണണമെന്ന നിലയ്ക്കാണ്. ആ ഒരു ഉദ്ദേശശുദ്ധി ഇനി ഇപ്പോൾ എതിർ കക്ഷി നേതാക്കൾ കണ്ടില്ലെങ്കിൽ ജനങ്ങൾ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ സ്ഥിതി എന്താണെന്ന് വരും ദിവസങ്ങളിൽ കാണാമല്ലോ. അതാണ് ഉദ്ദേശശുദ്ധി വ്യക്തമാണ് അതിൽ. ശ്രീ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ, ഇതിലെ നിയമനിർമ്മാണം എന്നത് അല്ലെങ്കിൽ EP ജയരാജൻ തുറന്നുവിട്ട ഈ ഭൂതത്തെ കൂട്ടിലടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകുന്ന സംഗതികളെക്കുറിച്ച് നോക്കൂ, ഒരു മന്ത്രിയുമായി അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ഒരാളുമായി ബന്ധുത്വമുണ്ടായിപ്പോയി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ശേഷിയുള്ള ഒരാൾക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ തലപ്പത്തോ സർക്കാരുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലോ വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയില്ലേ? അതിപ്പോൾ നിയമപരമായി അങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെയും ധാർമ്മികമായ ചിന്തകളുള്ള ചെറുപ്പക്കാർക്ക്, അതിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്തെന്നല്ല ഏത് സർക്കാരിൻ്റെ കാലത്താണെങ്കിലും എൻ്റെ ബന്ധു, ഞാനുമായി ബന്ധുത്വമുള്ളയാൾ ഈ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ശേഷി ഈ കാലത്ത് ഉപയോഗിക്കേണ്ടതില്ല എന്ന തീരുമാനങ്ങളിലേക്കൊക്കെ പോവുക എന്നതുകൂടെ ഉണ്ടാവുകയില്ലേ? ഇത് തമ്മിൽ വേർതിരിക്കുന്നത് എങ്ങനെയാകും ശരിയാവുക? ഒരു നിയമം അങ്ങോട്ട് വന്നാൽ ആ നിലക്കല്ലേ എല്ലാത്തരം ബന്ധുത്വത്തെയും പരിഗണിക്കാനാവുകയുള്ളൂ. ഈ പ്രശ്നത്തിൽ വളരെ ഗൗരവതരമായ ഭരണഘടനാ പ്രശ്നങ്ങളും നിയമപരമായ പ്രശ്നങ്ങളുമുണ്ട്. നേരത്തെ മിസ്റ്റർ പന്തളം സുധാകരൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നിയമനം എന്നൊരു സമ്പ്രദായം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല. ഇനിയും ഇതിൻ്റെ ചെയർമാൻമാരല്ല, ഇനി ഏത് തസ്തികയിലേക്കാണെങ്കിലും രാഷ്ട്രീയ നിയമനം നമ്മുടെ ഭരണഘടനയോ നിയമങ്ങളോ അനുവദിക്കുന്നില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം, അതല്ല. ഇങ്ങനെ ഒരു കർശനമായ നിയമം ഉണ്ടായാൽ ഈ പ്രതിബദ്ധതയുള്ള കഴിവുള്ള ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും മന്ത്രിയുടെ ബന്ധു ആയതിൻ്റെ പേരിൽ നിയമനം നിഷേധിക്കപ്പെടുകയില്ല എന്നുള്ള സനീഷിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഈ ഏത് ബന്ധത്തിൽപ്പെട്ട ആളിനും ഉചിതമായ ഒരു സെലക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അവസര സമത്വം ലഭിച്ചാൽ അർഹതയുള്ള പദത്തിലെത്താൻ ഇവിടെ സാധിക്കും. അങ്ങനെ അർഹതയുള്ള പദത്തിൽ എത്താൻ അർഹതയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അർഹതയില്ലാത്തവരെ നിയമിക്കുമ്പോഴാണ് സ്വജനപക്ഷപാതം എന്ന ആരോപണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിയുടെ ബന്ധുവായതുകൊണ്ടോ മന്ത്രിയുടെ ഭാര്യ ആയതുകൊണ്ടോ സർക്കാരിൻ്റെ ഒരു നിയമനത്തിൽ വന്നുകൂടാ എന്നൊരിടത്തും പറയാൻ പറ്റില്ല, അങ്ങനെ പറയുകയുമില്ല. അത് നമുക്ക് ഇനിയും ഒരു ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വരേണ്ട വിഷയമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ സർക്കാരിൽ മാത്രമല്ല, ജുഡീഷ്യറിയിൽ ഇപ്പോൾ ജഡ്ജിമാരെ എങ്ങനെ നിയമിക്കുന്നത്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ഈ യഥാർത്ഥത്തിൽ ഒരു സ്വജന പക്ഷപാതത്തിൻ്റെ രീതിയിലല്ലേ? അതിന് ബദലായിട്ട് ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ആ നിയമം അങ്ങ് റദ്ദാക്കി. അപ്പോൾ ഒട്ടും സുതാര്യത ആ നിലയിൽ വേണ്ട എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക ശൈലിയിൽ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, ധാർമ്മികമാണ് അല്ലെങ്കിൽ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എല്ലായിടത്തും ഒരു തിരുത്തൽ വരേണ്ട കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്നേ വരെ കേരളമുണ്ടായതിനു ശേഷം ഇന്നേ വരെ നടന്ന രീതിയിൽ തന്നെയാണ് ഏതാണ്ട് ഈ മന്ത്രി ജയരാജൻ ഒരു നിയമനം നടത്തിയത്. അത് ഇന്ന് വരെ നടന്ന കാര്യങ്ങളും തെറ്റാണ്, ജയരാജൻ ചെയ്ത രീതിയും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്ന് വരെ മറ്റുള്ളവർ തെറ്റ് ചെയ്തതുകൊണ്ട് ജയരാജൻ ശിക്ഷിക്കപ്പെടണമെന്നോ തെറ്റ് അദ്ദേഹത്തിൻ്റെ മാപ്പാക്കണമെന്നോ ഞാൻ പറയില്ല. അതിനൊരു മാറ്റം, അങ്ങനൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അത് മാറ്റം ഉണ്ടായിരിക്കുന്നുവെന്ന് ഭരിക്കുന്ന കക്ഷി തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു, ഭരിക്കുന്ന മുന്നണി സമ്മതിക്കുന്നു. ആ മാറ്റങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാക്കി നടപ്പാക്കാൻ ആ ഗവൺമെൻറ് മുന്നോട്ട് വരുമ്പോൾ ഇത് രാജി കൊണ്ട് തീരുമോ, ഇനി മറ്റുള്ളവർക്ക് നാളെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നുള്ള ചർച്ച തന്നെ ആസ്ഥാനത്താണ്. അതൊന്നുമല്ല പ്രശ്നം. ഈ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എങ്ങനെ വേണം, അത് എല്ലാവർക്കും അവസര സമത്വം കൊടുക്കണം. ഇത്ര സിമ്പിളാണ്, വളരെ ലളിതമാണ്. പക്ഷേ എല്ലാവർക്കും അവസര സമത്വം കൊടുക്കണം. അത് മന്ത്രിയുടെ ബന്ധുവായാലും
ആ അവസര സമത്വം ലഭിക്കും. അവിടെ വിവേചനം, ബന്ധുബലത്തിൻ്റെ പേരിൽ നെപ്പോട്ടിസം എന്നാണ് ഇംഗ്ലീഷിൻ്റെ വാക്ക്. നെപ്പോട്ടിസം എന്ന് പറയുന്നത് ഒരു വൻ തോതിലുള്ള അഴിമതിയാണ്. അത് നമ്മുടെ അഴിമതി നിരോധന നിയമം 88 വകുപ്പുകൾ വിശദമായി പഠിച്ചാൽ അഴിമതിയാണെന്ന് കാണാം. ഈ നെപ്പോട്ടിസം നടന്നോ അല്ലെങ്കിൽ ആളിനെ പിരിച്ചുവിട്ടത് കൊണ്ട് അത് കുറ്റമല്ലാതാകുമോ, അത് മനഃപൂർവ്വമാണോ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ തെളിയണം. അത് അദ്ദേഹത്തിൻ്റെ ഡിഫൻസാണ്. ഞാൻ അത് മന്ത്രിക്കെതിരായിട്ട് വിധി പറയാനൊന്നും ഇപ്പോൾ തയ്യാറില്ല. കണിശമായിട്ടും നമ്മുടെ നിയമത്തിൽ നടപടിക്രമങ്ങളുണ്ട്. അന്വേഷണം എങ്ങനെ വേണം, അന്വേഷണത്തിന് മുമ്പ് ത്വരിതാന്വേഷണം വേണം, അത് കഴിഞ്ഞ് ട്രയൽ എങ്ങനെ വേണം, എല്ലാ അവസരവും കൊടുത്തതിന് ശേഷം മാത്രമേ ജയരാജനെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഒരു FIR ഇട്ട അന്വേഷണം നടത്തുന്നതിന് മുമ്പ് രാജിവെക്കണമോ വേണ്ടയോ എന്ന പ്രശ്നമുണ്ടല്ലോ. അതുപോലും വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ അതിന് തയ്യാറാകുന്ന ഘട്ടത്തിൽ വലിയൊരു മാറ്റമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം സാങ്കേതികമായ ന്യായങ്ങൾ പറയാതെ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നൊക്കെ കോടതിയെ കൊണ്ട് പറയിപ്പിക്കാതെ തന്നെ ഒരു സംശയം വന്നപ്പോൾ സ്വയമേവ ജയരാജൻ ഒഴിഞ്ഞു നിൽക്കുകയോ സ്വയമേവ വാർജിക്കാൻ ജയരാജൻ്റെ പാർട്ടി പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ഇവിടെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ രാജേന്ദ്രൻ നായർ. മാറ്റത്തിന്റെ തുടക്കം ശ്രീ പന്തളം സുധാകരൻ, അങ്ങനെ ഒരു മാറ്റം എന്തായാലുമുണ്ട്. 5 മാസങ്ങൾക്കപ്പുറത്ത് എന്തായിരുന്നു നില എന്നത് ഇതേ ടെലിവിഷൻ ചർച്ചകളിലടക്കം നമ്മളടക്കമുള്ളവർ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് വീണ്ടും ഒരു ആലോചന വേണം എന്നതിലേക്ക് അടക്കം ഈ സർക്കാർ എത്തുന്നു എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ നാളെ അവർ രാജിവെക്കാതിരിക്കുമോ എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആരും അദ്ദേഹത്തെ സംരക്ഷിക്കാനായി രംഗത്ത് വരുന്നില്ല. ഗൗരവതരമായി തന്നെ ഈ കാര്യങ്ങളെ കാണുന്നുവെന്ന് ടെലിവിഷൻ ചർച്ചകളിൽ ശ്രീ CP നാരായണനെ പോലുള്ള ആളുകൾ പറയുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കെ വ്യത്യാസം തന്നെയാണ്. ഇത് ഇനി അടുത്ത തവണയോ അല്ലെങ്കിൽ ഏത് തവണയാണോ UDF സർക്കാർ അധികാരത്തിൽ വരിക അവർക്ക് കൂടെ പാഠമാണ് എന്നത് സമ്മതിച്ചുകൊണ്ടല്ലേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാവുകയുള്ളൂ. അല്ല, കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന പ്രതീക്ഷ ജനങ്ങൾക്കുള്ളതുകൊണ്ടാണല്ലോ ശ്രീ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷേ 4 മാസം കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ CP നാരായണൻ ഇവിടെ സൂചിപ്പിച്ച് ഇത് ചാനലിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. ഇത്തരം ഈ അഴിമതി കഥ പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ്. അതിനുശേഷമാണ് പ്രതിപക്ഷം പോലും ഏറ്റെടുത്തത്. അതുപോലെ തന്നെ ഇന്നിപ്പം ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനയോടുകൂടി ഭീതിയോടുകൂടി ചർച്ച ചെയ്യുന്നത് എന്താണ്? 4 മാസത്തിനുള്ളിൽ, അതായത് 170 ദിവസത്തെ പിണറായി ഭരണത്തിൻ്റെ ഇടയിൽ 7 നിരപരാധികൾ കൊല്ലപ്പെട്ട ഭീതിദായകമായ അന്തരീക്ഷത്തിലാണ് ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ആ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഒരു മന്ത്രി. ഇവിടെ ആരെയും ക്രൂശിക്കുന്നില്ല. ശ്രീ EP ജയരാജൻ വ്യക്തിപരമായി ഞങ്ങളുടെയൊക്കെ അടുത്ത സുഹൃത്താണ്. പക്ഷേ ജയരാജൻ എന്ന വ്യക്തിയല്ല, സംസ്ഥാന ഭരണഘടനയുടെ സത്യപ്രതിജ്ഞ ഒരു മന്ത്രിയാണ്. ആ മന്ത്രി അഴിമതി നടത്തിയെന്ന് എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. ആ സമ്മതിച്ച ശേഷം മോഷണം നടത്തിയതിന് ശേഷം മോഷണം മുതൽ എനിക്ക് മനസ്താപമുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു നൽകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മോഷണം നടത്തിയ ആൾ കള്ളനല്ലാതാകുന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇവിടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിക്ക് തെറ്റുപറ്റി. വ്യവസായ മന്ത്രിക്ക് മാത്രമല്ല, ഇന്നിപ്പം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പല സ്ഥലങ്ങളിലായി ഈ 4 മാസത്തിനുള്ളിൽ 500 പേരെ ഇതുപോലെ തന്നെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഓരോ കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, യോഗ്യതയുണ്ടെങ്കിൽ 100% യോഗ്യതയുണ്ടെങ്കിൽ ഏത് പോസ്റ്റിലേക്കും ഒരാളെ നിയമിക്കുന്നതിന് ആരും തടസ്സമല്ല, ഒരു ഭരണഘടനയും തടസ്സമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാജേന്ദ്രൻ നായർ സൂചിപ്പിച്ചു, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നിയമനം എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പല പോസ്റ്റുകളിലേക്കും രാഷ്ട്രീയ പ്രതിനിധികളെ നിർദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ അത് നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടി ആരെയും നിയമിക്കാൻ കഴിയുമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ട് ഒരാളെ ഇപ്പോൾ KTDCയുടെ ചെയർമാനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ M വിജയകുമാറിനെ തീരുമാനിച്ച് രാഷ്ട്രീയ നിയമനമാണ്. രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പ്രതിനിധിയായി ശ്രീ വിജയകുമാറിനെ നിർദ്ദേശിച്ചപ്പോൾ ഗവൺമെൻറ്റാണ് അത് അപ്പോയിൻ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഉത്തരവ് പുറപ്പെടുവിച്ചു വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ. അതാണ് രീതി. ഇവിടെ സംഭവിച്ചതും അതാണ്.
ജയരാജൻ വ്യവസായ മന്ത്രി പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് MD-മാരെ പോസ്റ്റ് ചെയ്തു. പക്ഷേ ആ പോസ്റ്റ് ചെയ്തകളിൽ പലരെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, പരാതിയില്ലല്ലോ. എത്രയോ MD-മാർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്രയോ സ്ഥാപനങ്ങളിൽ MD-മാരെ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ശ്രീമതി ടീച്ചറിൻ്റെ മകൻ സുധീറിന് ആ പോസ്റ്റിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നതിൻ്റെ പേരിൽ തന്നെയാണ് കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്വജനപക്ഷപാതം, സത്യപ്രതിജ്ഞ ലംഘനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തെറ്റ് സമ്മതിച്ചിരിക്കും. ഇനി പുറത്തേക്കുള്ള വഴിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ പുറത്തേക്കുള്ള വഴിയിലേക്ക് അദ്ദേഹം ഇറങ്ങിയാൽ രാജിയിലേക്ക് പോയാൽ ശ്രീ പന്തള സുധാകരൻ കാര്യങ്ങൾ അവസാനിക്കുമോ? പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവസാനിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. കേരളത്തിൽ നമ്മൾ വലിയ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വലിയ മുമ്പന്തി നിൽക്കുന്ന വിപ്ലവകാരികളാണെന്നല്ലോ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ബാലകൃഷ്ണപിള്ളയെ അല്ലാതെ ആരും തന്നെ നമ്മുടെ ജയിലിലേക്ക് പോയിട്ടില്ല അഴിമതിയുടെ പേരിൽ. ഇവിടെ സത്യത്തിൽ അത് മാധ്യമങ്ങൾക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഒരു മന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശ്രീ മാണി സാറിൻ്റെ കാര്യം തന്നെ ആലോചിക്കാം. ഞാനും ഈ ചാനലിലൊക്കെ വന്ന് വളരെ സജീവമായി ചർച്ച എടുത്ത ആളാണ്. അവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കോടതിയുടെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാണി സാർ രാജിവെച്ച് കഴിഞ്ഞു. ആ രാജിവെക്കുന്നതോടുകൂടി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ അവസാനിക്കുന്നു എന്ന് പറയുന്നില്ല. നാളെ ഈ വ്യവസായ മന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചർച്ച അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അത് വിസ്മൃതിയിലേക്ക് പോകുന്നു. അത് പാടില്ല. തീർച്ചയായും വിജിലൻസ് ആയാലും ഗവൺമെൻറ് ആയാലും സത്യസന്ധത, ഇത്തരം അഴിമതി വിമുക്തമായ ഒരു ഭരണം കേരളത്തിൽ സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തുടർ നടപടികൾ ഉണ്ടാകണം എന്ന് സത്യസന്ധമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കോടതിക്ക് മുമ്പായി കൊണ്ടുവരണം. വളരെ നന്ദി ശ്രീ പന്തള സുധാകരൻ. ശ്രീ CR നീലകണ്ഠൻ, മറ്റു നിയമനങ്ങളിലും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് കേന്ദ്രമായ മറ്റു നിയമനങ്ങളിലും അതിൽ പല നേതാക്കളുടെയും ബന്ധുക്കളുടെ പേരൊക്കെ ഉണ്ട്. അക്കാര്യങ്ങളിലും പുനഃപരിശോധന വേണ്ടി വരുമോ? അല്ലെങ്കിൽ അത് ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അതിന് പിന്നാലെ ചെന്ന് പ്രതിപക്ഷം സ്വാഭാവികമായി പിടിച്ചത് എന്ന് കണ്ട് തള്ളിക്കളയാനാവുമോ? യഥാർത്ഥത്തിൽ ഏത് പോസ്റ്റിലേക്കും സർക്കാരിൻ്റെ പണം, നികുതിപ്പണം ശമ്പളമായി പറ്റുന്ന ഏത് പോസ്റ്റിലേക്കും, പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന ഏത് പോസ്റ്റിലേക്കും ആളെ നിയമിക്കുമ്പോൾ അതിൽ സുതാര്യതയുണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും യോഗ്യരായ ആളെ നിയമിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിക്കുന്നു, രാഷ്ട്രീയ കക്ഷികൾക്ക് മന്ത്രിമാർക്ക് നിയമിക്കാം. പക്ഷേ ഗവൺമെൻറ് പ്ലീഡർമാർ കേരളത്തിൻ്റെ പൊതുസമ്പത്ത് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ കുറ്റവാളിയെ ശിക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ആളുകളെ നിയമിക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡം വേണം. കാരണം നാട്ടുകാരുടെ പണമാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. പൊതുമേഖല മാത്രമല്ല, ഏത് നിയമനവും ആ രൂപത്തിൽ തന്നെ വരണം. ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൊതുവെ ഇഷ്ടം പോലെ ചെയ്യാറുള്ളതാണ്. അതുപോലും ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ വിവാദമായല്ലോ. അതുപോലും ഇക്കാര്യം അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിൽ കൊണ്ടുവരണം. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര് വരാമോ എന്നുള്ളത്, ഞാൻ പറയുന്നത് തുല്യമാണെങ്കിൽ പോലും മന്ത്രിയുടെ ബന്ധുവിനെ രണ്ടാമതേ പരിഗണിക്കാവൂ. ആദ്യം പരിഗണിക്കേണ്ടത് തുല്യയോഗ്യതയുള്ള മറ്റാളെയാണ്. അതിന് കാരണമുണ്ട്. നേരത്തെ സീസറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തീർച്ചയായും ഇത് കിട്ടാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മന്ത്രിയുടെ ബന്ധു അല്ലാതായതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ. ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ CP നാരായണൻ, ശ്രീ പന്തളം സുധാകരൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന്. നാളെ പാർട്ടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. സ്വാഭാവികമായും EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നാളെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ അതിഥികൾക്ക് ഒരിക്കൽ കൂടി. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.